മക്കളൊന്നും അവിടെ നിന്നേ. പുറകിൽ നിന്ന് നന്ദന്റെ സൗണ്ട് കേട്ടപ്പോൾ പെട്ടു എന്ന രീതിയിൽ രണ്ടും നിന്നു. ആരെ കാണാനാ ഈ തുള്ളിപ്പോന്നെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അത് പിന്നെ അശ്വതി ചേച്ചിയെ, ലിച്ചൊരു വലിച്ചിരിയോടെ പറഞ്ഞു. പ്രതീക്ഷിച്ചു, ഈ ഉത്തരം തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. എന്റെ പേരിൽ അവളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കൈപ്പറ്റുന്ന ഡയറി മിൽക്കിന്റെ കണക്കറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ചോദിച്ചത്, അവൻ ലച്ചുവിന്റെ ചെവിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ വീട്ടിൽ നന്ദേട്ടാ, ചെയ്തല്ലാത്തൊരു ഉപകാരല്ലേ, ആ ചേച്ചിയുടെ അച്ഛന് ബേക്കറിയോ അവിടുന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്ന, അവൾ ചെവിടിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതും എനിക്കറിയാം, ബേക്കറിയുള്ള തന്തമാരുടെ മക്കളെ മാത്രം നീ തെരഞ്ഞു പിടിക്കുന്നത്. ഇതൊന്നും പോരായിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോയി അവിടെയും ബേക്കറിയുള്ള പെണ്ണുകൾ നോക്കി ചാക്കിട്ട് പിടിക്കുന്നതല്ലേ നിന്റെ പണി. ഡെന്നി അറിഞ്ഞിട്ടുണ്ട്, കിട്ടും നിനക്ക്, അവൻ പറഞ്ഞു നിർത്തി. പിന്നെ എന്റെ ഇച്ഛായം പാവ, നിങ്ങളെപ്പോലെ ക്രൂര മനസ്സല്ല, അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞടന്നു. കർത്താവേ, ആ കാനും പോയി പെടാൻ നടക്കണം, അവൾ ആത്മഹതിച്ചുകൊണ്ട് നടക്കുന്നേട്ട് നന്ദൻ പൊട്ടിച്ചിരിച്ച്. അവൻ നോക്കി കോക്കിരി കാണിച്ച് അവൾ ഗൗരിയെ വിളിച്ച് നടന്നു. ഗൗരിയാണെങ്കിൽ അവന്റെ ചിരി കണ്ട് ഫ്യൂസായ പോലെ നിൽക്കുകയായിരുന്നു. നീ വാടി, നമുക്ക് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് കാണാൻ വന്ന് വാങ്ങാം. രണ്ടും കൂടി തോളിൽ കയറ്റി നടക്കുന്നുണ്ട്. നന്ദൻ ഡിപ്പാർട്ട്മെന്റിൽ കയറി. രാത്രി പതിവ് പോലെ എല്ലാവരും ഈശ്വരമഠത്തിൽ കൂടി. അച്ഛന്മാർ മൂന്നും കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണ്. അമ്മമാരാണെങ്കിൽ നാട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ചർച്ചിക്കുന്നുണ്ട്. ഉമ്മറത്തെ തിന്നൽ കാലു നീട്ടി വെച്ച് ഡെന്നിയും നന്ദനും സംസാരത്തിലാണ്. ഇടയ്ക്കിടക്ക് നന്ദന്റെ കണ്ണുകൾ ട്രീസയുടെ മടിൽ കിടക്കുന്ന ലച്ചുവിലേക്ക് നീണ്ടു. അവളുടെ അഴിച്ചിട്ട മുടിയും ധാവണിയുമെല്ലാം അവൻ കൗതുകത്തോടെ നോക്കി. ഡെന്നിയുടെ നോട്ടവും ഇടയ്ക്കിടക്ക് അവൾ പാളി വീഴുന്നുണ്ടായിരുന്നു. അവളുടെ വിടർന്ന കണ്ണുകളും ധാവണിയുടെ ഉള്ളിൽ നിന്ന് അനുസരണയില്ലാതെ പുറത്തു വന്ന കാലിലെ കൊലുസും അവന്റെ ഹൃദയതാളം തെറ്റിച്ച്. എന്നാൽ ഈ രണ്ടു നോട്ടം തന്നിലേക്ക് പാളി വീഴുന്നറിയാതെ അവൾ അവളുടെ മാത്രമായുള്ള ലോകത്തായിരുന്നു. മുകളിലെ തന്റെ ബാൽക്കണിയിൽ നിലാവ് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഡെന്നി. ഇടയ്ക്കിടയ്ക്ക് അവന്റെ നോട്ടം ലച്ചുവിന്റെ മുറിയുടെ നേരെ നീളുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് നേരം നിന്നിട്ടും അവളെ കാണാൻ നിരാശയോടെ അവൻ തിരിഞ്ഞടന്നു. ബാൽക്കണി ഡോറടിച്ച് ബെഡിലേക്ക് വന്ന് വീഴുമ്പോഴും അവന്റെ പൂച്ചക്കണ്ണുകളിൽ നിറഞ്ഞെന്നത് അവൾ മാത്രമായിരുന്നു. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കടിഞ്ഞാണില്ലാത്ത പായുന്ന തന്റെ ഹൃദയത്തെ അടക്കി നിർത്തിക്കൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒടുവിൽ ഫോണിൽ അവളുടെ ഫോട്ടോ എടുത്ത് അത് നോക്കി സംസാരിക്കാൻ തുടങ്ങി. അറിയുന്നുണ്ടോ വേദു, നീ കാരണം ഞാൻ ഉറക്കമില്ലാതെ അലയുന്നു. നീ അടുത്തു വരുമ്പോൾ നിന്നിലേക്ക് പായുന്ന എന്റെ മനസ്സിനെ അടക്കി നിർത്തുന്നത്, നിന്റെ നോട്ടമേൽക്കുമ്പോൾ വിടരുന്ന എന്റെ കണ്ണുകളെ ശാസിക്കുന്നത് പ്രണയമാണ് പെണ്ണെ. അടക്കാനാവാത്ത പ്രണയം, പ്രാണനിൽ തുളച്ച് കയറിയ പ്രണയം. ഓർമ്മ വെച്ച നാൾ മുതൽ നിന്നെ നോക്കുന്ന എന്റെ കണ്ണുകളിലെ പ്രണയം എന്താ വേദു നീ കാണാതെ പോയത്? എന്നെങ്കിലും നീ തിരിച്ചറിയുമോ നിന്റെ ഇച്ഛായന്റെ ഉള്ളിലെ പ്രണയത്തെ? പില്ലോ എടുത്ത് നെഞ്ചോടടക്കി പിടിച്ച ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ ഉറക്കത്തിലേക്ക് വീണു. ഇതേ സമയം നന്ദനും ഒരു സ്വപ്നത്തിലായിരുന്നു. നിറമുള്ള ആ സ്വപ്നത്തിന് ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ, ലച്ചു. അവളെ മാത്രം ആലോചിച്ച് അവനും മയക്കത്തിലേക്ക് വീണു. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ കഥാനായിക കൂർക്കം വലിച്ചുറങ്ങുകയാണ്. പക്ഷേ ആ ഉറക്കത്തിനിടയിൽ അവളുടെ ചുണ്ടിൽ അവന് വേണ്ടി മാത്രമായുള്ള പുഞ്ചിരി വിടർന്നു. ദിവസങ്ങൾ ഓടിമറയുന്നതിനൊപ്പം ഡെന്നിയുടെയും നന്ദന്റെയും ഉള്ളിൽ ലച്ചുവിനോടുള്ള പ്രണയം അതിന്റെ അതിർവരമ്പുകൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു. അവൾ കാണാതെ അവൾ നോക്കുന്ന നോട്ടങ്ങളിലെല്ലാം അവരുടെ പ്രണയവും ഉണ്ടായിരുന്നു. എന്നാൽ ലച്ചു മാത്രം അതറിഞ്ഞില്ല. ഗൗരി സ്ഥിരം വായ്നോട്ടം തുടർന്നുകൊണ്ട് പോകുന്നു. ലച്ചു ആണെങ്കിൽ ഇനി ഡയറി മിൽക്ക് വാങ്ങാൻ ആ നാട്ടിൽ പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് അടുത്ത നാട്ടിലേക്ക് ഇവരൊരു ദിവസത്തേക്ക് ഇറക്കിയാലോ എന്ന ആലോചനയിലാണ്. ഒരു ഞായറാഴ്ച ദിവസം പറമ്പിന്റെ അങ്ങേയറ്റത്തുള്ള കുളത്തിന്റെ പടയിൽ കണ്ണുകളടച്ച് കിടക്കിയായിരുന്നു ഡെന്നി. അവന്റെ ഓർമ്മകൾ അപ്പോഴും ലച്ചുവിനെ വലം വെച്ചുള്ളതായിരുന്നു. അവളുടെ മുഖം മനസ്സിലേക്ക് എത്തിയപ്പോൾ അവന്റെ അധരങ്ങളിൽ ഭംഗിയുള്ള ഒരു ചിരി വിടർന്നു. മുഖത്തേക്ക് വീണ വെള്ളത്തുള്ളികളാണ് അവനെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത്. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ലച്ചുവിനെ കണ്ട് അവൻ വിശ്വാസം വരാതെ നോക്കി. വെള്ളയും ചുവപ്പും ഇടകലർന്ന ഒരു സാധാ ധാവണി ചുറ്റി മുന്നിൽ നിൽക്കുന്ന ലച്ചുവിനെ അവൻ കൺചിമ്മാതെ നോക്കി. അവളുടെ പിടക്കുന്ന മിഴികൾ അവന്റെ ഉള്ളിലെ കാമുകനെ കൊല്ലാതെ കൊന്നു. ഇപ്പോഴും താൻ അവളെന്ന സ്വപ്നത്തിലാണെന്ന് കരുതി അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റിയില്ല. ഒരു തവണ വെള്ളമൊഴിച്ചിട്ടും അറിയാതെ ഏതോ സ്വപ്ന ലോകത്തെന്ന പോലെ ഇരിക്കുന്ന അവനെ നോക്കി അവൾ സംശയത്തോടെ നിന്നു. പിന്നെയും പടവുകൾ ഇറങ്ങി കൈക്കൊമ്പിളിൽ വെള്ളമെടുത്ത് അവന്റെ മുഖത്തേക്ക് ഒഴിച്ചു. ഞെട്ടിയെഴുന്നേറ്റ ഡെനി മുഖം തുടച്ച് അവൾ കൂർപ്പിച്ചു നോക്കി. അടുത്ത നീക്കം പ്രതീക്ഷിച്ചെന്ന പോലെ അവൾ പടവുകൾ ഓടിക്കയറി. പക്ഷെ അപ്പോഴേക്കും അവന്റെ കൈകൾ അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തിരുന്നു. വെള്ളം വീണ് നനഞ്ഞ അവന്റെ മുഖത്തെ താടിരോമങ്ങളിലും മീശയിലും കൺപീലികളിലും അവൾ കൗതുകത്തോടെ നോക്കി. അവന്റെ നോട്ടം കണ്ട് അവൾ ചിരിയടക്കി നിന്നു. വീട്ടിച്ചായ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ചിരി ഒരു വേള അവന്റെ നിയന്ത്രണം കളഞ്ഞു. ധാവണിക്കിടയിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അവന്റെ കൈകൾ മുറുകി. അവന്റെ കൈകളുടെ തണുപ്പ് ശരീരത്തിലേക്ക് പടരുന്നതിനനുസരിച്ച് അവൾ ഉയർന്നു പൊങ്ങി.
കൈകൾ അവന്റെ ഷർട്ടിൽ മുറുകി. ഈ ചായ അവൾ വിറച്ചുകൊണ്ട് വിളിച്ചു. എന്ത് ചിരിക്കുന്നില്ലടി? ചിരിക്കടി. കാതോരം മുഖമടുപ്പിച്ച് അവൻ പറഞ്ഞു. അവളുടെ മുടിയിൽ നിന്നും വമിച്ച കാച്ചെണ്ണയുടെ ഗന്ധം അവന്റെ ഉള്ളിലെ വികാരങ്ങൾക്ക് ചൂട് പിടിപ്പിച്ചു. അറിയാതെ തന്നെ അവളുടെ ഇടുപ്പിലമർന്ന അവന്റെ കൈകളുടെ മുറുക്കം കൂടി. മുഖം അവളുടെ മുടിയിടകളിലേക്ക് പൂഴ്ത്തിക്കൊണ്ട് അവൻ നിന്നു. അവന്റെ താടിരോമങ്ങൾ ചെവിയിൽ കൊണ്ടപ്പോൾ ഇക്കിളി കൊണ്ട് അവളൊന്ന് കുറുകി. അതവനെ കൂടുതൽ വികാരം കൊള്ളിച്ചു. ഒരു വേള എല്ലാം മറന്നുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൾ അവന്റെ തോളിൽ നഖമാഴ്ത്തി. കഴുത്തിൽ അവന്റെ ദന്തങ്ങൾ പതിയുന്നതിന്റെ വേദന അവൾ അറിഞ്ഞു. ഒരാർത്തനാദം അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവളുടെ വിരലുകൾ അവന്റെ കഴുത്തിലെ കുരിശുമാലയിൽ ചുറ്റിപ്പിടിച്ചു. ഈ ചായ വീണ്ടും വിറയലോട് അവൾ വിളിച്ചു. മുഖമുയർത്താതെ തന്നെ അവൻ മൂളി. അവന്റെ ശ്വാസമേൽക്കുമ്പോൾ താൻ തളരുന്ന ലച്ചു അറിഞ്ഞു. മെല്ലെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. പല്ലുകൾ ആഴ്ന്നെടുത്ത് അവന്റെ അധരങ്ങൾ പതിഞ്ഞപ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. ഏതോ ഒരു ഉൾപ്രേരണയാൽ അവൾ അവനെ തള്ളിമാറ്റി. പെട്ടെന്നുള്ള നീക്കത്തിൽ അവൻ കുളത്തിലേക്ക് മറിഞ്ഞു വീണു. ഒന്ന് മുങ്ങി നിവർന്നപ്പോൾ കണ്ടു പടവിൽ നിന്നുകൊണ്ട് കിതക്കുന്ന ലച്ചുവിനെ. ലച്ചുവിന്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോഴാണ് താൻ ചെയ്ത എന്താന്നുള്ള ബോധം അവന് വന്ന്. വേദു, അവൻ വെള്ളത്തിൽ നിന്ന് കയറിക്കൊണ്ട് വിളിച്ചു. പക്ഷെ അവൾ അവനെ തിരിഞ്ഞു നോക്കാതെ ഓടി. പുറകിൽ നിന്ന് അവന്റെ വിളികൾ ഉയരുന്ന കേൾക്കാതെ അവൾ വീട്ടിലേക്ക് ഓടിക്കയറി. ഞാൻ എന്താ ചെയ്ത്? അവൾ എന്ത് കരുതി കാണും? ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചൊക്കെ ഇതിനായിരുന്നു. തൊട്ടടുത്ത് അവളെ കണ്ടപ്പോൾ കൈവിട്ടുപോയ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അവൻ നനഞ്ഞ മുടികൾ കൈകൊണ്ട് മാടിയൊതുക്കി പടവിലിരുന്നു. ആരോ ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടപ്പോൾ ലച്ചുവാണെന്ന് കരുതി അവൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. വേദു, ഞാൻ അറിയാതെ. ഡാ, നന്ദന്റെ വിളിയേട്ട് അവൻ ഞെട്ടിയോട് തിരിഞ്ഞു നോക്കി. ആ, നീയായിരുന്നു? അവൻ എഴുന്നേറ്റ് മുണ്ടി വിഴിഞ്ഞോട്ട് ചോദിച്ചു. ഒരുത്തി ഇവിടുന്ന് വാണം വിട്ട പോലെ ഓടുന്ന കണ്ടപ്പോ തോന്നി എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവുന്നു. നിന്നെ വെള്ളത്തിൽ മുക്കിയിട്ടാണല്ലേ ആ കുരുപ്പ് ഓടിയത്? നന്ദൻ ചിരിയുടെ മുകളിലെ പടവിലിരുന്നുകൊണ്ട് പറഞ്ഞു. അതിനു മറുപടി എന്ന പോലെ ഡെന്നിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി.